സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാതിരാജനെ കർത്താതി കർത്തനെ താൻ മാത്രം അമർത്യത ഉള്ളവനെ, വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ യാഹേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ യാഹേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു. കാൽവരിയിൽ വൈരികളിൻ ആയുധം നിർവീര്യമായി, അടിപ്പിണരിൽ വ്യാധികളിൻ വേരുകൾ നിർജീവമായി. കാൽവരിയിൽ വൈരികളിൻ ആയുധം നിർവീര്യമായി, അടിപ്പിണരിൽ വ്യാധികളിൻ വേരുകൾ നിർജീവമായി. ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ. ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം നമ്മളെ അനുഗ്രഹിച്ചതിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഗോഡ് ഹു ഡസ് നോട്ട് അബാൻഡൺ ഇൻ ഓൾഡ് ഏജ്. വാർദ്ധക്യകാലത്തിൽ ഉപേക്ഷിക്കാത്ത ദൈവം. സങ്കീർത്തനങ്ങൾ 71:18. Psalm 71:18. So even to old age and grey hairs, O God, do not forsake me, until I proclaim your might to another generation, your power to all those who to come. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയും ഉള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത്. അവിടുന്ന് തന്നെ ഇത് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വാർദ്ധക്യകാലത്തിൽ ഉപേക്ഷിക്കാത്ത ദൈവം. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് ഉപേക്ഷിക്കപ്പെടാം. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് അവരുടെ അമ്മമാരുടെ ഗർഭപാത്രത്തിൽ വെച്ചാണ്. കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലുന്നതിൽ ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപം കുഞ്ഞുങ്ങളെ കൊല്ലുന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം തന്ന തലമുറകളെ ഒരു കാരണവശാലും ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലരുത്. അവരുടെ കരച്ചിൽ ദൈവസന്നിധിയിലെത്തും. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് ഉപേക്ഷിക്കപ്പെടാം. ആ കുഞ്ഞ് പുറത്തു വന്നതിന് ശേഷവും ഉപേക്ഷിക്കപ്പെടാം. ഇന്ന് നമ്മുടെ നാട്ടിൽ അമ്മത്തൊട്ടിലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ബാല്യത്തിലും യൗവനത്തിലും പലരും ഉപേക്ഷിക്കപ്പെടാം. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഉപേക്ഷിക്കാം. മക്കളെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കന്മാരെ മക്കൾ അതിദാരുണമായി ഉപേക്ഷിക്കാം.
ദാവീദ് പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ആനകളെക്കുറിച്ചാണ്. അവരുടെ ആ കുടുംബ ജീവിതം കണ്ടുപിടിക്കേണ്ടതാണ്. ഒരു കുഞ്ഞിനു വേണ്ടി കുഞ്ഞിനോട് കാണിക്കുന്ന ആ സ്നേഹം, ആ കുഞ്ഞിനെ അവർ സംരക്ഷിക്കുന്ന രീതി, ഇതെല്ലാം കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. സ്തോത്രം. അരിക്കൊമ്പനും അതുപോലെ ചക്കക്കൊമ്പനും ഒന്നും തൻ്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കില്ല. എന്നാൽ മനുഷ്യനെന്ന് പറയുന്ന കൊമ്പനും കൊമ്പിയും തൻ്റെ കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലുന്നു. അതുങ്ങളെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ച് പൊയ്ക്കളയുന്നു. ആധുനിക മനുഷ്യ, നിന്റെ മനസ്സാക്ഷി മരവിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ആരാലുമൊക്കെ ഉപേക്ഷിക്കപ്പെട്ടവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ മകനെ മകളെ നിരാശപ്പെടേണ്ടതില്ല. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന്. നാം ദൈവത്തെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മെ ഉപേക്ഷിക്കുകയുമില്ല. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആദാം, ഹവ്വ എന്നിവർ ഏദൻ തോട്ടത്തിൽ മരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നപ്പോഴും ദൈവം സ്നേഹത്തോടെ അവരെ പേർ ചൊല്ലി വിളിച്ച് അവരെ തേടി വന്നു. അതാണ് നമ്മുടെ ദൈവം. നാം സ്നേഹിച്ചില്ലെങ്കിലും നമ്മെ സ്നേഹിക്കുന്ന ഒരപ്പൻ. വാർദ്ധക്യത്തിൽ പോലും ദൈവം ഉപേക്ഷിക്കാത്ത ഒരു വ്യക്തിയെ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ വ്യക്തിയുടെ പേരാണ് ഹന്ന. ഹന്ന ആശേർ ഗോത്രത്തിൽപ്പെട്ടവളായിരുന്നു. ആരാണ് ഈ ആശേർ? യാക്കോവിന്റെ 8ാമത്തെ പുത്രനാണ് ആശേർ. യാക്കോവ് ആ ആശേറിനെ അനുഗ്രഹിച്ചത് ഇപ്രകാരമാണ്. ഉൽപ്പത്തി 49:20. ആശേരോ, അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദുഭോജനം നൽകും. ഹന്ന എന്ന പേരിന് അർത്ഥം കൃപ, ദാനം എന്നെല്ലാമാണ്. ഹന്നയുടെ വിവാഹ ജീവിതം 7 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 84 വർഷം അവൾ വിധവയായി ജീവിച്ചു. അക്കാലത്ത് പുനർവിവാഹം അനുവദനീയമായിരുന്നു. എന്നാൽ അതിനവൾ ഒരുമ്പെട്ടില്ല. യൗവനത്തിലേക്ക് കിടക്കുമ്പോൾ തന്നെ തന്റെ മേൽ വന്നു പതിച്ച ആ ഒരു ദൗർഭാഗ്യം ധീരതയോടെ ദൈവാശ്രയത്തോടും അവൾ നേരിടുകയായിരുന്നു. വാർദ്ധക്യം ശാരീരികമായ ക്ഷീണം ഉണ്ടാക്കിയെങ്കിലും അവളുടെ അകമേയുള്ള മനുഷ്യൻ ക്ഷീണിച്ചു പോയില്ല. അത് അനുദിനം പോഷിപ്പിക്കപ്പെട്ടു. പ്രതികൂലങ്ങളുടെ നടുവിൽ അവൾ എന്താണ് ചെയ്തതെന്ന് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 37-38 വാക്യത്തിൽ നമുക്കത് കാണാം. ദേവാലയം വിട്ട് പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി രാവും പകലും ആരാധന ചെയ്തു. ആ നാഴികയിൽ അവളും അടുത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ആത്മീയ ശക്തി ആർജിക്കുന്നതിനും ശാരീരികമായ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നതിനും ശക്തമായ 2 മുഖാന്തരങ്ങളാണ് പ്രാർത്ഥനയും ഉപവാസവും. കർത്താവായ യേശുക്രിസ്തുവും ശക്തി ആർജിച്ചത് പ്രാർത്ഥനയിലും ഉപവാസത്തിലുമാണ്. പ്രതികൂലങ്ങളിൽ ഹന്ന ദൈവത്തിന് മുഖ്യ സ്ഥാനം കൊടുത്തു. ദേവാലയം പിരിയാതെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു. അതിനാൽ അവൾ എന്തിനാണോ പ്രാർത്ഥിച്ചത്, കണ്ണുകൊണ്ട് അവൾ അത് ദർശിച്ചു. യേശുവിനെയും കൊണ്ടും മാതാവ് മറിയം ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ രക്ഷകനെ സ്വന്തം കണ്ണുകൊണ്ട് ദർശിക്കുവാനുള്ള ഭാഗ്യം ശിമയോനോടൊപ്പം അവൾക്കും ലഭിച്ചു. രക്ഷകനെ കണ്ടപ്പോൾ വലിയ വെളിപ്പാടിനാൽ അവൾ നിറഞ്ഞു. അവൾ ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കുകയും താൻ അനുഭവിച്ച രക്ഷയുടെ സന്തോഷം മറ്റുള്ളവരോട് സുവിശേഷിക്കുകയും ചെയ്തു. ലൂക്കായുടെ സുവിശേഷം 2:38 നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്. ആ നാഴികയിൽ അവളും അടുത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസംഗിച്ചു. മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്ന സമയം ഹന്നയ്ക്ക് 100 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു. തന്റെ വാർദ്ധക്യമോ വൈവിധ്യമോ പ്രാരാബ്ധങ്ങളോ ഒന്നും സുവിശേഷം പ്രഘോഷിക്കുവാൻ അവൾക്ക് പ്രതിബന്ധമായില്ല. നാം അനുഭവിച്ച ദൈവിക സത്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനാണ് യഥാർത്ഥ സുവിശേഷം. അതിനാൽ യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ എഴുതി. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന്
ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. വാർദ്ധക്യത്തിൽ എല്ലാവരും ക്ഷീണിതരാണെന്ന് പറഞ്ഞ് തളരരുത്. ദൈവം കൈത്താങ്ങൽ തരും. വാർദ്ധക്യത്തിലും പുഷ്ടി വെച്ച് വളരുവാൻ ദൈവം കൃപ നൽകും. ഹന്നാമ്മച്ചിയുടെ ജീവിതം മാതൃകയാക്കണം. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ വന്നെന്നിരിക്കാം. അത് നമ്മെ തളർത്തുവാനോ തകർക്കുവാനോ അനുവദിച്ചുകൂടാ. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ കരുണയിലും കരുതലും അഭയം പ്രാപിക്കാം. നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു. നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. ഹല്ലേലൂയ. വാർദ്ധക്യത്തിലും ഉപേക്ഷിക്കാത്ത ദൈവം, വാർദ്ധക്യകാലത്തിൽ ഉപേക്ഷിക്കാത്ത ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം. സ്തോത്രം. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്നേഹവാനായ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. കുടുംബത്തിലുള്ള വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ, ഈ പ്രായത്തിലും അവരാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരോട് അവരനുഭവിക്കുന്ന, ആരാധിക്കുന്ന, അവർ രുചിച്ചറിഞ്ഞ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാനുള്ള ശക്തിയും കൃപയും ബലവും അവരുടെ ജീവിതത്തിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവേ, രോഗത്താൽ വലയുന്ന വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് തന്നിരിക്കുന്ന അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. അവർ രോഗികളുടെ മേൽ കൈവെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. വാർദ്ധക്യത്തിൽ ആ ശാരീരികമായിട്ടുള്ള വേദനകൾ ഒരു പൂർണ്ണ ആശ്വാസത്തിലേക്ക് കടന്നു വരട്ടെ. അവിടുന്ന് ബലപ്പെടുത്തണമേ. മാൻപേയുടെ കാലുകളെപ്പോലും തുള്ളിച്ചാടുമാറാക്കുന്ന അഭിഷേകത്താൽ അവരെ നിറയ്ക്കണമേ. ആ ഭയം വിട്ടുമാറട്ടെ, ആ നിരാശ വിട്ടുമാറട്ടെ. ഇനി എൻ്റെ ശരീരം കൊണ്ട് ഒന്നും ഒരു പ്രയോജനമില്ല എന്നുള്ള നെഗറ്റീവ് ചിന്താഗതികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. അന്ന ബലം പ്രാപിച്ചു വന്നതുപോലെ യേശുവിന്റെ നാമത്തിൽ ബലം പ്രാപിക്കട്ടെ. സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയിലുള്ള വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട്, അവരെ കൈത്താങ്ങ് കൊടുത്തുകൊണ്ട്, അവരെ മാറോട് ചേർത്ത് ഹല്ലേലൂയ അണച്ചു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ശക്തി ഓരോ കൂട്ടായ്മയ്ക്കും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം അപ്പാ. അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസിന്റെ അതിരുകളെ വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ ഭക്തിയോടൊപ്പം ധനവും മാനവും ജീവനും, അതിനോടൊപ്പം നീ ദുഃഖം കൂട്ടിച്ചേർക്കുന്നില്ലല്ലോ കർത്താവേ. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ സ്തോത്രം അവിടുത്തെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ. സ്തോത്രം. അവരനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി മാറട്ടെ. ശത്രുക്കമേശ് അഭിനഗവും ഹല്ലേലൂയ. ആ ബാലന്മാർ ദൈവമേ നിന്നെ പ്രകീർത്തിച്ചതുപോലെ, അവിടെ അങ്ങയിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ചതുപോലെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകൾ കർത്താവേ അവിടുത്തോട് ചേർന്ന് ഹാനോക്ക് നടന്നതുപോലെ നടക്കുമാറാകട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മാതൃരാജ്യത്തെ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി മാറട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ നാമത്തിൽ കർത്താവേ, ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവിടുന്ന് സമാധാന പ്രഭുവാണല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്ന കർത്താവേ, ദൂരസഞ്ചാരത്തുമായ ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളെ, മക്കളെ, ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ എല്ലാവരെയും ഈ തരുണത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ സൂക്ഷിക്കണം, അനുഗ്രഹിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചനായി സ്തോത്രപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. വാക്കായിൻ താഴ്വരയോ ബറാക്കായിടുമേ. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. വാക്കായിൻ താഴ്വരയോ ബറാക്കായിടുമേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധന ആത്മാവിനാൽ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധന ആത്മാവിനാൽ.
അതിനാൽ സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു, സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാതിരാജനെ കർത്താതി കർത്തനെ താൻ മാത്രം അമർത്യത ഉള്ളവനെ, വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ യാഹേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ യാഹേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. യേശു നല്ലവൻ ദയയുള്ളവൻ ജയവീരനാം സൈന്യാധിപൻ, യേശു നല്ലവൻ